ഇപ്പോൾ സതീശനാവട്ടെ, ചെന്നിത്തലയാവട്ടെ, മറ്റു നേതാക്കന്മാരൊക്കെ, ഈവൻ കെ.സി. ജോസഫ്, തിരുവഞ്ചൂരാണ്, ഇവർ എത്രയോ കൊല്ലമായിട്ട് ഇവിടെ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരെ ഒന്നും വച്ചിട്ട് ഇനിയുള്ള കാലത്ത് കോൺഗ്രസ് ജയിക്കില്ല എന്ന തോന്നൽ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ വേറൊരു നേതാവ് വേണം. അവിടെയാണ് തരൂരിനെ ഇവർ ഇറക്കുന്നത്. തരൂരിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ തരൂരിന് രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടേതായ രീതിയിലാണ് പോകുന്നത്. രണ്ടാമത് ഇയാളൊരു വലിയ പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. മറ്റ് തരത്തിൽ ഒരു കോൺഗ്രസ്സുകാരന് സങ്കല്പിക്കാൻ പറ്റാത്തത്രയും വേറൊരു സ്റ്റേച്ചറുള്ള ആളാണ്. അത് ഈ ഇടത്തരക്കാരുടെ ഇടയിൽ, വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ, പട്ടണങ്ങളിൽ താമസിക്കുന്നവർ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും പട്ടണങ്ങൾ അല്ലെങ്കിൽ നഗരപ്രാന്തങ്ങളിൽ താമസിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ ഇത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യും. സെക്കൻഡിസ്റ്റ് പിണറായി വിജയൻ വളരെ ക്രൂഡായിട്ടുള്ളൊരു നേതാവാണ്. മനസ്സിലായി? അപ്പോൾ ആളുകൾ കുറേ കൊണ്ട് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, UN-ലൊക്കെ വലിയ ഉദ്യോഗം ഭരിച്ചിട്ടുള്ള, വലിയ ബിരുദം നേടിയിട്ടുള്ള, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന, ഇംഗ്ലീഷും മലയാളം, അപ്പോൾ അങ്ങനെ പിന്നെ വളരെ സുന്ദരമാണല്ലോ. ഈ ജനസംഖ്യയുടെ 50% വരുന്ന വിഭാഗത്തിൻ്റെ വോട്ട് പുള്ളിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഇത് എഴുതാൻ വേണ്ടി പറഞ്ഞല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പിലും പുള്ളിയെ ജയിപ്പിക്കുന്ന ഒരു ഘടകം ഇതാണ്. കമ്മ്യൂണിറ്റിയെ ഒന്നും ഇല്ല. പക്ഷേ ഞാൻ അതിലേക്ക് വരാം. ഇത് കമ്മ്യൂണിറ്റിയുടെ മാത്രം വിഷയമല്ലോ. പൊളിറ്റിക്സ് വേറെ ഒരു ലാർജർ ഗെയിമാണ്. അതിൽ കമ്മ്യൂണിറ്റി ഒരു ചെറിയ പാർട്ട് മാത്രമേ വരുള്ളൂ. ഓപ്പണായിട്ട് എൻഡോഴ്സ് ചെയ്യുന്ന വരും. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു സാധനം വരികയാണെങ്കിൽ അത് വലിയൊരു സ്വീകാര്യത കിട്ടും. ഇപ്പോൾ കേരളത്തിൽ മറ്റേ AICC ഇലക്ഷനിൽ തന്നെ ഇയാൾ 1000-ൽ പരം വോട്ടുകൾ പിടിച്ചു. അതിൽ തന്നെ 162 വോട്ടും മറ്റും കേരളത്തിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. നമുക്ക് അൺഒഫീഷ്യലായിട്ട് കിട്ടുന്ന അറിവാണ്. അപ്പോൾ തരൂർ വരികയാണെങ്കിൽ അതൊരു മാറ്റം ഉണ്ടാകും എന്ന് ഇവിടെയുള്ള ചില ആളുകൾ തിരിച്ചറിഞ്ഞു. തരൂർ തന്നെ ആവണമെന്നില്ല. തരൂർ ഇനി കേരള മുഖ്യമന്ത്രിയെ കളഞ്ഞരിച്ച് അങ്ങനെ ഇറങ്ങുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെയുള്ള ചില ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ അസന്തുഷ്ടരായ ആളുകൾ, അതെ, അതുപോലെയുള്ള മറ്റ് ആളുകളുണ്ടല്ലോ. ഇതുപോലെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ ശരിയാവില്ല, പിണറായി വിജയൻ ഇനി അജന്തരതാരമ്പിയുടെ ഭരിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന ആളുകൾ, അവരുടെ താല്പര്യപ്രകാരം ആയിരിക്കണം. ഇത്രയും ആളുകളെ ഒറ്റ അടിക്ക് കൂടെ നിർത്തണ്ടേ? അദ്ദേഹം സാധാരണ ഗതിയിൽ ഇപ്പോൾ പാണക്കാട്ടി ചെല്ലുന്നു, കുഞ്ഞാലിക്കുട്ടിയെ സ്വീകരിക്കുന്നു, തങ്ങൾ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് പുള്ളി പെരുന്നേൽ വരുമ്പോൾ സാധാരണ ഗതിയിൽ അങ്ങോട്ട് കയറ്റ് പോലും ചെയ്യില്ല. ഇപ്പോൾ പെരുന്നേലിൽ ചെന്നാൽ നമ്മളെ അവിടെ ചെന്ന് ഇരിക്കണമെങ്കിൽ സുകുമാരൻ നായർ പറഞ്ഞാൽ എന്നാലേ ഇരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പുള്ളി വാതിലടച്ച് പോയിക്കളയും. അവിടെ ഒരു ബഹുമാന്യ സ്ഥാനത്ത് ഇദ്ദേഹത്തെ ഇരുത്തുന്നു. അതെങ്ങനെ സംഭവിച്ചു? അത് കഴിയുമ്പോൾ ക്ലിമിസ് കാതോലിക്ക ബാവ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. നമ്മുടെ തൃതീയൻ കാതോലിക്ക പുള്ളി സ്വീകരിക്കുന്നു. ഇപ്പോൾ പുത്തൻകുരിശി പോയാൽ അവിടെ സ്വീകരിക്കും. കണിച്ചുകുളങ്ങരയിൽ ചെല്ലാത്തതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് ഒരു ഈർഷ്യ. ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ആ പരിഭവമൊക്കെ അലിഞ്ഞു പോകും. അപ്പോൾ ഈ സാമുദായിക ശക്തികളുടെ പിന്തുണ അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി മറ്റു തരത്തിലുള്ള സ്വീകാര്യത പുള്ളിക്കുണ്ട്. അപ്പോൾ ഇതൊരു ഷോ ഓഫ് സ്ട്രെങ്ത്താണ്. ഈ ചെല്ലുന്ന സ്ഥലത്തൊക്കെ പുള്ളിക്ക് സ്വീകരണം കിട്ടും. AP സുന്നിയും EK സുന്നിയും അദ്ദേഹത്തെ സ്വീകരിക്കും. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കും. അങ്ങനെ ഒരു വലിയ മതത്തിനും സമുദായത്തിനും അതീതമായ ഒരു പിന്തുണ പുള്ളിക്ക് കിട്ടും എന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുക. ഇത് ഞാനീ നേരത്തെ പറഞ്ഞ ശക്തികളുണ്ടല്ലോ, ഈ UDF-നെ തിരിച്ചുകൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അവർ കൃത്യമായിട്ടുള്ള മെസ്സേജ് ഈ ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട്, സമുദായ ശക്തികൾക്കും സമുദായ സംഘടനകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് ശശി തരൂർ വെറുതെ ഞാൻ ശശി തരൂരാണെന്നും പറഞ്ഞ് പെരുന്നേലേക്ക് എന്നാൽ പുള്ളി മൈൻഡ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ദേവലോകത്തിൽ എന്നാലും മൈൻഡ് ചെയ്യില്ല. ഒരുപാട് ആൾക്കാർ വരുന്നു പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമുണ്ട്, പ്ലാനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തരൂർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാർക്കൊക്കെ ഇപ്പോൾ ഫീൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ 2026 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും തരൂരെന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചാൽ കിട്ടാത്തൊരു നിലയിലെത്തി. അത് അതിൽ കാര്യമില്ല. ഇവിടെ ഏതാ കോൺഗ്രസ് ഉള്ളത്? ഇവിടെ ഇല്ലാത്ത സാധനം കോൺഗ്രസ് ആണല്ലോ. അല്ല, അത് ഞാൻ പറയാം. അപ്പോൾ ഇത് തരൂർ എന്ന് പറഞ്ഞാൽ ഒരു അൺക്വസ്റ്റ്യനബിൾ ലീഡറായിട്ട് എമർജി ചെയ്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഫീൽഡ് ചെയ്തേക്കുന്നത്. മനസ്സിലായി? കുറച്ച് കഴിയുമ്പോൾ തരൂർ ഗ്രൂപ്പ്, തരൂർ വിരുദ്ധ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2 സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. A ഗ്രൂപ്പ് I ഗ്രൂപ്പൊക്കെ പോകും. അതിൻ്റെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ബാരിയേഴ്സൊക്കെ പോയിട്ട് തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, തരൂരിനെ
എതിർക്കുന്നവർ, തരൂരിനെ സപ്പോർട്ട് ചെയ്യാത്തവർ എന്ന രീതിയിൽ CPM-നകത്ത് വരും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകൾ തരൂരിൻ്റെ അടുത്തേക്ക് തള്ളിക്കയറാനാകുമ്പോൾ കോൺഗ്രസ്സുകാരുള്ള മക്കൾ പ്രവർത്തകരൊക്കെ പുള്ളിയുടെ ഭാഗത്തേക്ക് പോകും. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്.